ഹലോ നമസ്കാരം. ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടകം 18 ഞങ്ങൾക്കൊരു പ്രത്യേക ദിവസമാണ്. അപ്പോൾ അതിന് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകത നിവേദ്യം എന്ന് പറയുമ്പോൾ റൈസ്, വെറൈറ്റി റൈസസ് ആണ് കേട്ടോ കൂടുതലും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്താ കുറേ റൈസസ് ഇങ്ങനെ ഇടണുണ്ടല്ലോ എന്ന് തോന്നൂല്ലേ? സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ കർക്കിടകം 18 ഉണ്ടാക്കുന്ന റൈസുകളാണ് അത്. പിന്നെ നമ്മൾ ലഞ്ചിന് കൊണ്ടുപോകാനും അല്ലെങ്കിൽ അവിടെ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാനും എളുപ്പത്തിനൊക്കെ അങ്ങനെ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സത്യത്തിൽ ഇന്നാണ് ആ റൈസസിൻ്റെ ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനിപ്പോൾ അതിന് 5 കൂട്ടം റൈസ് ഉണ്ടാക്കി. കോക്കനട്ട് റൈസ്, തേങ്ങാ സാദം, പുളിയോദരപ്പൊടി ഇന്നലെ ഞാൻ പൊടിച്ച് വെച്ചിരുന്നല്ലോ, അതുകൊണ്ട് റൈസ് ഉണ്ടാക്കി. പിന്നെ ലെമൺ റൈസ് ഉണ്ടാക്കി, തൈര് സാദം ഉണ്ടാക്കി, പിന്നെ എള്ള് സാദം 5 ഞാൻ ഉണ്ടാക്കി കേട്ടോ. പിന്നെ പായസം വെച്ചില്ല. സാധാരണ ഇന്ന് പായസം വെക്കും, എന്തെങ്കിലും പൊങ്കൽ പോലെ പരിപ്പിട്ട് എന്തെങ്കിലും വെക്കും. പക്ഷേ ഞാൻ പായസം വെച്ചില്ല. അതിന് പകരം ഞാൻ മോദകം ഉണ്ടാക്കി. മോദകം ഉണ്ടാക്കാൻ കാരണം എനിക്ക് ഇന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു കുറച്ച് മോദകം. അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ 2 മോദകം എൻ്റെ ഭഗവാന് വേണ്ടി എടുത്തു വെച്ചു. പിന്നെ ഉഴുന്നുവട ഉണ്ടാക്കി. അത് ഓർഡർ ഉള്ളതായിരുന്നു. അപ്പോൾ ഞാൻ കൂട്ടത്തിൽ എനിക്ക് വേണ്ടി 2 കൂടി ഉണ്ടാക്കി വെച്ചു. അങ്ങനെ എൻ്റെ ഇന്നത്തെ ലഞ്ചിൻ്റെ ആണ് കേട്ടോ പ്രിപ്പറേഷൻ കാണിക്കാൻ പോണത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. ആദ്യം ലെമൺ റൈസ് ആട്ടോ ഉണ്ടാക്കാൻ പോണത്. വെളിച്ചെണ്ണയിൽ കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പൊക്കെ വറുത്ത്, പിന്നെ കുറച്ച് കപ്പലണ്ടി കേട്ടോ, അത് മസ്റ്റാണ്. പിന്നെ കപ്പലണ്ടിയും കൂടി വറുത്തിട്ട് ഒരു വറ്റൽമുളക്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്ക് അദ്ദേഹം ഒന്ന് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് വറുത്ത് വരണ്ടേ. പിന്നെ കുറച്ച് കായ കേട്ടോ, അല്പം മതിയാവും, ഒരു നുള്ളായാലും മതിയാവും കേട്ടോ. പിന്നെ ഇതിന് ഞാൻ എടുത്തേക്കണത് ഒരു ചെറുനാരങ്ങയുടെ പകുതി കേട്ടോ, പകുതിയുള്ള നീരാണ് എടുത്തേക്കണത്. അതാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നാരങ്ങ നീര് ഒഴിച്ചത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. 1 കപ്പ് റൈസാണ് ഞാൻ എടുത്തേക്കണത്. ആ 1 കപ്പ് റൈസും കൂടി ചേർത്തു. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലെമൺ റൈസ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കട്ടെ. ഇനി അടുത്തത് കോക്കനട്ട് റൈസാണ് കേട്ടോ, തേങ്ങാ സാദം. അപ്പോൾ അതിനും കടുക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളകൊക്കെ വറുത്തു. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് നാളികേരമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പോളം നാളികേരം കൂടി ചേർത്തു. ഇനി ഇത് നന്നായിട്ട് ഏകദേശം ഒന്ന് കളറൊക്കെ മാറി ചുമന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വറുത്തെടുക്കണം. പിന്നെ റൈസും ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കറിവേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോക്കനട്ട് റൈസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ ഞാൻ റൈസൊക്കെ ചേർത്തത്. പിന്നെ പുളിയോദര റൈസ് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതല്ലേ, ആ പൊടിയൊക്കെ, അത് കാരണം ഞാൻ അതിൻ്റെ കാണിക്കണില്ല കേട്ടോ. പിന്നെ തൈര് സാദമാണ്. തൈര് സാദം 1 കപ്പ് റൈസിൽ ഞാൻ ഒരു പകുതിയോളം കപ്പ് തൈരെടുത്തു. പിന്നെ കടുക്, ഉഴുന്നുപരിപ്പൊക്കെ, പച്ചമുളക്, ഇഞ്ചിയൊക്കെ വറുത്തിട്ടു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പിന്നെ തൈര് സാദം റെഡി. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് വേണമെങ്കിൽ അതിൽ പാലൊഴിക്കുക കേട്ടോ. പിന്നെ ഇത്രയൊക്കെയാണ്. അപ്പോൾ പുളിയോദര റൈസ് ഞാൻ കാണിച്ചിട്ടില്ല, അത് ഇതാണ് ഉണ്ടാക്കിയത്. പിന്നെ ലെമൺ റൈസ് ഉണ്ടാക്കി, കോക്കനട്ട് റൈസ് ഉണ്ടാക്കി, പിന്നെ എള്ള് സാദം ഉണ്ടാക്കി, പിന്നെ ഇത് മോദകം, പിന്നെ ഉഴുന്നുവട, അങ്ങനെ എല്ലാ സാധനവും ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്നത്തെ സ്പെഷ്യലായിരുന്നു എൻ്റെ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അപ്പോൾ നാളെ കാണാം കേട്ടോ.